ഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പിടാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. CPIയുടെ എതിർപ്പ് മുഖവിലേക്കെടുക്കാതെ പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാരിന്റെ തിടുക്കം ആപൽക്കരമാണെന്ന് സുപ്രഭാതം മുഖപ്രസംഗത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീയിൽ ഒപ്പിടാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ വന്നിരിക്കുകയാണ് സമസ്ത മുഖപത്രം സുപ്രഭാതം. CPIയുടെ എതിർപ്പ് മുഖവിലേക്കെടുക്കാതെയുള്ള പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാരിന്റെ തിടുക്കം ആപത്കരമാണെന്നൊക്കെയാണ് സുപ്രഭാതത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? PM ശ്രീയിൽ ഒപ്പിടാനുള്ള സർക്കാർ തീരുമാനത്തിന് എതിരായിട്ട് അഭിപ്രായമാണ് സുപ്രഭാതം ഇന്ന് മുഖപ്രസംഗത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് അതിൻ്റെ തലക്കെട്ട് തന്നെ പറയുന്നത് അത്ര ശ്രീയല്ല PM ശ്രീ എന്ന തലക്കെട്ടോടുകൂടിയാണ് സുപ്രഭാതം ഈ ഒരു വിമർശനം ഉന്നയിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വിഷയത്തിൽ CPI, അതായത് ഭരണകക്ഷിയായ LDFിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് CPI എന്ന് പറയുന്നത്. അപ്പോൾ ആ CPI തന്നെ ഈ വിഷയത്തിൽ എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലും മുഖവിലേക്ക് എടുക്കാതെയാണ് ഈ PM ശ്രീയിൽ പദ്ധതിയിൽ ഈ സർക്കാർ ഒപ്പിടാനുള്ള തീരുമാനത്തെ സുപ്രഭാതം അതിനൊരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ആ എഡിറ്റോറിയൽ മുന്നോട്ട് പോകുന്നത്. അതായത് ഈ ഇടതുപക്ഷത്തെ പ്രബല കക്ഷിയായ CPI ആണ് PM ശ്രീക്ക് പിന്നിലെ ഗൂഢതാൽപര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെ പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാരിൻ്റെ തിടുക്കം ആപൽക്കരവും കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിനും മതേതരത്തിനും ഭീഷണിയുമാണ് എന്നാണ് സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ പറയുന്നത്. അതുപോലെ എന്നാൽ ഏറ്റവും ഒടുവിലേക്ക് അതായത് താഴേക്ക് നോക്കുമ്പോൾ ഈ എഡിറ്റോറിയലിന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഈ ഒരു PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് എന്നും സുപ്രഭാതം പറയുന്നുണ്ട്. ഏതായാലും അത്ര ശ്രീയല്ല PM ശ്രീ എന്നാണ്, അതായത് അത്ര ശ്രീയല്ല PM ശ്രീ എന്ന തലക്കെട്ടോടുകൂടിയാണ് സുപ്രഭാതം ഈ ഒരു എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ അച്ചടിച്ചു വന്ന പത്രത്തിലാണ് ഈ എഡിറ്റോറിയൽ ഉള്ളത് എന്നതാണ് എഡിറ്റോറിയൽ. ഇന്ന് രാവിലെ വന്ന പത്രത്തിലാണ് എഡിറ്റോറിയൽ ഉള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പിടാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തെയാണ് സുപ്രഭാതം തീരുമാനത്തിനെതിരാണ് മുസ്ലിം മത സംഘടനയായ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ഇപ്പോൾ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയം, അതായത് PM ശ്രീ എന്നൊരു വിഷയം 1400 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്ന് 1400 കോടി രൂപ 1400 കോടി രൂപ ലഭിക്കുന്നതിനാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള സർക്കാരിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. LDFിൻ്റെ പ്രബല കക്ഷി, അതായത് സംസ്ഥാനം ഭരിക്കുന്ന CPMൻ്റെ LDF സർക്കാരിൻ്റെ പ്രബലമായ ഒരു ഘടകകക്ഷിയായ CPIയുടെ എതിർപ്പ് പോലും മറികടന്നാണ് ഈ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതായത് ഈ CPIയുടെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാനത്ത് RSSൻ്റെ അജണ്ടകൾ നടപ്പാക്കപ്പെടുമെന്നൊരു ആശങ്ക, അതുമാത്രമല്ല RSSൻ്റെയും സംഘപരിവാറിൻ്റെയും അജണ്ടകൾ നടപ്പാക്കുമെന്നുള്ളൊരു ആശങ്ക CPIക്കുണ്ട്. CPIക്ക് മാത്രമല്ല സർക്കാരിനും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ ഒരു വിഷയത്തിൽ PM ശ്രീ, അതായത് പ്രധാനമന്ത്രിയുടെ സഹായത്തോടെയുള്ള സ്കൂൾ എന്നൊക്കെ രീതിയിലുള്ള ബോർഡുകൾ വെക്കേണ്ടി വരും എന്നൊക്കെ രീതിയിലുള്ള ആശങ്ക CPIയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് CPI ഈ ഒരു PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിടാനുള്ള തീരുമാനത്തെ എതിർത്ത് മുന്നോട്ട് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, എന്നാൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് 1400 കോടി രൂപയുടെ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിലൂടെ 1400 കോടിയുടെ ധനസഹായ ഫണ്ടാണ് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഫണ്ട് ലഭിക്കുന്നതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾക്കുമായി മറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെ കൂടുതൽ നൽകാൻ സാധിക്കുമെന്നാണ് ഈ സംസ്ഥാന സർക്കാർ കരുതുന്നത്. അതുമാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ നിലപാടും അതുതന്നെയാണ്. അതായത് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു മറുപടി, കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതായത് കുട്ടികൾക്ക് കിട്ടേണ്ട പൈസ കുട്ടികൾക്ക് ലഭിച്ചോട്ടെ, അതിനെല്ലാവരും സഹായിക്കണം എന്നൊക്കെ രീതിയിൽ
രീതിയിലുള്ളൊരു മറുപടിയാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്ന സർക്കാർ തീരുമാനത്തിനുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് ഈ വിഷയം ഇന്ന് സംസ്ഥാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് ചർച്ചയാകും. അല്പസമയത്തിനകം തന്നെ മന്ത്രിസഭാ യോഗം ചേരും. CPI ഈ വിഷയത്തിൽ എതിർപ്പ് ഉന്നയിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIയുടെ എതിർപ്പിനെ പോലും മറികടന്നു, അല്ലെങ്കിൽ അവരോടൊന്നും ആലോചിക്കാതെയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത് എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രിസഭാ യോഗം ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ ഒരു വിഷയം ചർച്ചയാവും. അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. CPIയുടെ മന്ത്രിമാർ, അതായത് റവന്യൂ മന്ത്രി KN രാജനുണ്ട്, അത്തരത്തിൽ CPIയുടെ നിരവധി മന്ത്രിമാരുണ്ട് ഈ മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ അവർ ഈ ഒരു വിഷയത്തിൽ എതിർപ്പ് ഉന്നയിക്കാൻ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരണവുമായിട്ട് CPI കേൾക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. CPI ഒരിക്കലും മുഖവിലക്കെടുക്കാതെ പോകില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ ഒരു PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിൽ ഇപ്പോൾ സമസ്ത കൂടി എതിർപ്പ് അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അരുണിമ. ശരി, വ്യക്തമാണ് ഫൈസൽ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പിടാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ എത്തിയിരിക്കുകയാണ് സമസ്ത മുഖപത്രം സുപ്രഭാതം. CPIയുടെ എതിർപ്പ് മുഖവിലക്കെടുക്കാതെയുള്ള പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാരിന്റെ തിടുക്കം ആപത്കരമാണെന്നൊക്കെയാണ് സുപ്രഭാതം മുഖപ്രസംഗത്തിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്.